ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചീസി മാഗിയാണ്. ഈ മാഗി ഉണ്ടാക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അതിൻ്റെ വേവും അതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ ആകെ ശോകവും. അപ്പോൾ സാധാരണ പോലെ ഒരു പാൻ്റെ അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ നൂഡിലുണ്ടല്ലോ അത് പൊട്ടിക്കാണ്ട് അത് ഫുള്ളായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് വെക്കുക. ഇട്ടിട്ട് നമ്മുടെ മസാല ഇടുക. മസാലയുടെ തൊട്ടുപുറകെ ഇപ്പം എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. കാര്യം കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ലേശം മുളക് പൊടി, സാധാരണ മുളക് പൊടി മതി. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പം ഇതിൻ്റെ അത് ചീസ് ആഡ് ചെയ്യുന്ന കാരണം കുറച്ചുകൂടെ ഒരു സ്പൈസ് ലെവൽ കൂടി നിന്നോളും. അപ്പം കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വേവിൻ്റെ ഒരു അളവിലാണ്. അപ്പം നമ്മളിത് പുച്ഛിക്കരുത്. മാഗി ഉണ്ടാക്കാൻ എളുപ്പമെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കരുത്. ഇത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ വെന്തു പോകും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. നമ്മളത് പൊട്ടിച്ചിട്ടില്ലാഞ്ഞുകൊണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. ഈ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടിപ്പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കഴിക്കുന്ന ഹെൽത്തി ഒന്നും അല്ല, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാഗി മാത്രമായിരിക്കും. ഒന്നുകിൽ അവർ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് കാണും. അപ്പം ഇത് ഇത്രയൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ ചീസിൻ്റെ സ്ലൈസ് അങ്ങോട്ട് ആഡ് ചെയ്യുക. സുന്ദരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് എടുത്താലേ കറിയും. അപ്പോൾ ചീസ് അങ്ങോട്ട് ഇടുക. എനിക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാണ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവിടെ കിടന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ. അതിങ്ങനെ അങ്ങ് മെൽറ്റായിട്ട് ആ പരുവത്തിനങ്ങ് വരണം. അതങ്ങ് എന്താ പറയുക, ഒരു കുറച്ച് ടൈം എടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അങ്ങ് മെൽറ്റായിട്ട് ഈ ഒരു അളവിൽ കിട്ടും. എന്നിട്ട് നമ്മൾ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക വെള്ളം ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഈ ചീസ് ആഡ് ചെയ്തേക്കുന്നത്. വേറൊന്നുമല്ല, ആ ഒരു ജ്യൂസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കണ്ടമാനിട്ട് ഇളക്കി അത് ഉടയ്ക്കരുത്. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത ഈ പരുവത്തിൽ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് വെന്ത് കഴിഞ്ഞ് കറക്റ്റ് സാധനം കിട്ടും. ഇതാണ് നമ്മുടെ ജ്യൂസി ചീസി മാഗി. അപ്പോൾ ഇന്ന് ഈവനിങ് ചായയും ചീസി മാഗിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, ഞാൻ കുറച്ച് അമ്മയ്ക്കും കൂടെ കൊടുത്തു. അമ്മയ്ക്ക് അങ്ങനെ ജങ്ക് ഫുഡൊന്നും ഇഷ്ടമുള്ള ആളല്ല, എന്നാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇനി മാഗി ഉണ്ടാക്കുമ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ.